إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. മക്ക വിജയത്തിന് ശേഷം ഹിജ്റ 8-ാം വർഷം ഹവാസിൻ, സഖീഫ് എന്നീ രണ്ട് ഗോത്രങ്ങൾക്കെതിരിൽ നടന്ന യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. ഹുനൈൻ എന്നത് മക്കക്കും തായിഫിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. ആ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യുദ്ധമുതലായി ഗനീമത്തായി ഒരുപാട് സമ്പത്ത് ലഭിക്കുകയുണ്ടായി. ആ യുദ്ധം മുതൽ ഗനീമത്ത് സ്വത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾക്കും മറ്റെല്ലാ അറബികൾക്കുമായി വീതം വെച്ചു കൊടുത്തു. എന്നാൽ അൻസാരികളായ സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചോ കൂടുതലോ കൊടുത്തില്ല. ഇത് കാരണത്താൽ അൻസാരികളായ സഹാബികൾ ഹൃദയങ്ങളിൽ ചില ബുദ്ധിമുട്ടുണ്ടായി, പ്രയാസമുണ്ടായി. എത്രത്തോളം എന്നാൽ ചില അൻസാരികൾ പറഞ്ഞു, ലഖിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാട്ടുകാരെ കണ്ടപ്പോൾ നമ്മളെ അൻസാരികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടതായി. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അൻസാരികളിൽ പ്രമുഖനായ അൻസാരികളുടെ നേതാവായ സഹാബിയാണ്. അദ്ദേഹം ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ഹാദൽ ഹയ്യ മിനൽ അൻസാരി വജദു അലൈക ഫീ അൻഫുസിഹിം. അല്ലാഹുവിന്റെ റസൂലേ, അൻസാരികൾക്ക് ഹൃദയത്തിൽ വേദനയുണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് അവർക്ക് പ്രയാസം? അദ്ദേഹം പറഞ്ഞു, ഗനീമത്ത് സ്വത്ത് ഖുറൈശികൾക്കും അറബികൾക്കുമായി വീതം വെച്ചു കൊടുത്തു, അൻസാരികൾക്ക് ഒന്നും തന്നെ കൊടുത്തില്ല. ഇതാണ് അവരുടെ പരാതി, ഇതാണ് അവരുടെ പരിഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഅൈന അൻത യാ സഅദ്? സഅദ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? താങ്കൾക്കും അപ്രകാരം ബുദ്ധിമുട്ടുണ്ടായോ?
സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, മാ അന ഇല്ല ഇംറുഉൻ ഫീ ഖൗമി, ഞാൻ അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലെ എനിക്കും പ്രയാസമുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നാൽ അൻസാരികളായ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുക, എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ വിളിക്കുക. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു എല്ലാ അൻസാരികളിലും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അൻസാരികളെ, നിങ്ങളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംസാരിക്കുവാനുണ്ട്. അങ്ങനെ അവർ ഒരാൾ മുട്ടുപോകാതെ എല്ലാ അൻസാരികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. എന്നിട്ട് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എല്ലാ അൻസാരികളെയും ഒരുമിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് താങ്കൾ ഞങ്ങളിലേക്ക് വരിക. فخرج رسول الله صلى الله عليه وسلم فقام فيهم خطيبا فحمد الله وأثنى عليه بما هو أهله. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ഹംദും സ്വലാത്തും പറഞ്ഞു, ഖുതുബ പറഞ്ഞു, അവരോട് സംസാരിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, യാ മഅ്ശറൽ അൻസാർ, അൻസാരികളെ, അലം ആതികും ضلالا فهداكم الله, ഞാൻ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ വഴികേടിലായിരുന്നു, വ്യക്തമായ വഴികേടിലായിരുന്നു. ഞാൻ നിങ്ങളിലേക്ക് വന്നു, നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയില്ലേ? വഅല്ലതൻ ഫഅഗ്നാകും അല്ലാഹ്, നിങ്ങൾ ദരിദ്രരായിരുന്നു, നിങ്ങൾക്ക് അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് ഞാൻ കാരണം നിങ്ങളെ ധന്യതയിലാക്കില്ലേ? ഫഅല്ലഫ അല്ലാഹു ബൈന ഖുലൂബികും, നിങ്ങൾ ഞാൻ വരുമ്പോൾ പരസ്പരം പോരടിച്ചിരുന്ന ശത്രുക്കളായിരുന്നു. പരസ്പരം പോരടിച്ചിരുന്ന ശത്രുക്കളായ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലാഹു രഞ്ജിപ്പുണ്ടാക്കിയില്ല, ഇണക്കമുണ്ടാക്കിയില്ല. അൻസാരികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ശരിയാണ്, അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ തുജീബൂന യാ മഅ്ശറൽ അൻസാർ, അൻസാരികളെ, നിങ്ങൾ എന്താണ് മറുപടി പറയാത്തത്? നിങ്ങൾക്ക് മറുപടിയായി എന്നോട് പറയാൻ ഒന്നുമില്ലേ? അൻസാരികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ഞങ്ങൾ മറുപടി പറയേണ്ടത്? അങ്ങ് പറഞ്ഞതാണ് യാഥാർത്ഥ്യം, അൽ മന്നു ലില്ലാഹി വറസൂലിഹി, എല്ലാ ശ്രദ്ധയും എല്ലാ ഔദാര്യവും അല്ലാഹുവിനും റസൂലിനും മാത്രമാണ്. ഞങ്ങൾ എന്തു മറുപടി പറയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലൗ ശിഅ്തും ലഖുൽതും ഫസദഖ്തും വസദ്ദഖ്തും ജിഅ്തനാ തരീദൻ ഫആവൈനാക. അൻസാരികളെ, ഞാൻ പറഞ്ഞതിന് മറുപടിയായി നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ നാട്ടുകാർ ആട്ടിയോടിച്ചപ്പോൾ, താങ്കൾ ആട്ടിയോടിക്കപ്പെട്ടവനായി മദീനയിലേക്ക് ഓടി വന്നപ്പോൾ, ഫആവൈനാക, താങ്കൾക്ക് അഭയം നൽകിയത് ഞങ്ങളാണ്. വആയിലൻ ഫആസൈനാക, ദരിദ്രനായി കയ്യിലൊന്നുമില്ലാതെ ഞങ്ങളിലേക്ക് വന്നപ്പോൾ താങ്കളെ ആശ്വസിപ്പിച്ച് ചേർത്ത് നിർത്തിയത് ഞങ്ങളാണ്. വഖായിഫൻ ഫഅമ്മന്നാക, മക്കയിലെ ഖുറൈശികൾ പീഡനങ്ങൾ ഭയന്ന് പേടിച്ചുകൊണ്ട് താങ്കൾ ഞങ്ങളിലേക്ക് വന്നപ്പോൾ താങ്കളെ നിർഭയനാക്കിയത്, താങ്കളെ സംരക്ഷിച്ചത് ഞങ്ങളാണ്. വമഖ്ദൂലൻ ഫനസർനാക, താങ്കൾ നിന്യനായി ഞങ്ങളിലേക്ക് വന്നപ്പോൾ ഞങ്ങളാണ് താങ്കളെ സഹായിച്ചത് എന്ന് അൻസാരികളെ നിങ്ങൾക്ക് പറയാമായിരുന്നു. ഞാൻ പറഞ്ഞതിന് മറുപടിയായി നിങ്ങൾ അത് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ അത് ന്യായമാണ്, സത്യമാണ്, അത് ഞാൻ അംഗീകരിക്കും. പിന്നെന്തുകൊണ്ട് ഞാൻ പറഞ്ഞതിന് മറുപടിയായി ഇത് നിങ്ങൾ പറയുന്നില്ല?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, അൽ മന്നു ലില്ലാഹി വറസൂലി, അല്ലാഹുവിന്റെ റസൂലെ അങ്ങനെ പറയാൻ ഞങ്ങൾക്കൊരു അവകാശവുമില്ല, ഞങ്ങൾ അങ്ങനെ പറയുകയില്ല. അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് എല്ലാ ഔദാര്യവും ശ്രേഷ്ഠതയുമുള്ളത്, ഞങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അൻസാരികളുടെ മറുപടി ഇതായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അവജത്തും ഫീ നുഫൂസിക്കും യാ മഅശറൽ അൻസാരി ഫീ ലുആഅത്തിൻ മിന ദുനിയ തഅല്ലഫ്തു ബിഹാ ഖൗമൻ അസ്ലമു വവകൽതുകും ഇലാ മാ ഖസമ അല്ലാഹു ലക്കും മിനൽ ഇസ്ലാം. അൻസാരികളെ, ഇസ്ലാമിൽ നിങ്ങളെ ഞാൻ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിങ്ങളെ ഞാൻ തൃപ്തിപ്പെട്ട് നിങ്ങളെ ഞാൻ ആ ദീനിൽ വിശ്വസിച്ചേൽപ്പിച്ചതായിരുന്നു. എന്നിട്ട് ഇസ്ലാമിൽ ദൗർബല്യതകളുള്ള, കുറച്ചു മുമ്പ് മാത്രം ഇസ്ലാമിലേക്ക് കടന്നുവന്ന ഒരു സമൂഹത്തിന്റെ ഹൃദയം ഇസ്ലാമിലേക്ക് കൂടുതൽ ബന്ധിപ്പിക്കുവാൻ ദുനിയാവിന്റെ ചില തുച്ഛമായ ഉപങ്ങൾ ആ ഖുറൈശികൾക്ക്, അറബികൾക്ക് ഞാൻ വീതം വെച്ചു കൊടുത്തതിൽ അൻസാരികളെ നിങ്ങൾക്ക് പ്രയാസമുണ്ടായോ? ഞാൻ അറബികൾക്കും ഖുറൈശികൾക്കും അവർക്ക് ഗനീമത്ത് സ്വത്ത് വീതം വെച്ച് നൽകിയത് നിങ്ങൾ പ്രയാസപ്പെടുത്തുവാനല്ല, നേരെ മറിച്ച് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ദൗർബല്യതകളുള്ള ആളുകളാണ്. അവരുടെ ഹൃദയത്തിൽ ഒരു മാറ്റമുണ്ടാക്കുവാൻ, ഇണക്കമുണ്ടാക്കുവാനാണ് ഞാനത് ചെയ്തത്. ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ ആശിച്ചുപോയി. നിങ്ങളെ ഞാൻ ഇസ്ലാമിൽ തൃപ്തിപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അവർക്ക് കൊടുത്തതിൽ അൻസാരികളെ നിങ്ങൾക്ക് പ്രയാസമുണ്ടായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഫലാ തർദൗന യാ മഅശറൽ അൻസാരി അൻ യദ്ഹബ الناس ഇലാ റിഹാലിഹിം ബിശ്ശാഇ വൽ ബഈർ വതദ്ഹബൂന ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റിഹാലിക്കും. അൻസാരികളെ, ജനങ്ങൾ ഭൗതികമായ തുച്ഛമായ വിഭവങ്ങളുമായി, ആടുകളും ഒട്ടകങ്ങളുമായി അവരുടെ കുടിലുകളിലേക്ക്, അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലുമായി, ആ റസൂലുമൊത്തുമുള്ള ജീവിതവുമായി നിങ്ങൾ നിങ്ങളുടെ കുടിലുകളിലേക്ക്, വീടുകളിലേക്ക് തിരിച്ചു പോകുവാൻ നിങ്ങൾ തൃപ്തിപ്പെടുന്നില്ലേ? ജനങ്ങളെല്ലാവരും ഭൗതികമായ വിഭവങ്ങളുമായി അവരുടെ വീടുകളിലേക്ക്, നാടുകളിലേക്ക് മടങ്ങുമ്പോൾ അൻസാരികളെ, നിങ്ങൾ മടങ്ങുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായാണ്. ഇത് നിങ്ങൾക്ക് തൃപ്തിയല്ലേ? ഇതിൽ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടുകൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫവല്ലദി നഫ്സി ബിയദി ലൗ അന്ന الناس سلكوا شعبا وسلكت الانصار شعبا لسلكت شعب الانصار. അൻസാരികളെ, ജനങ്ങളെല്ലാവരും ഒരു താഴ്വരയിൽ പ്രവേശിച്ചാൽ, അൻസാരികളെല്ലാം മറ്റൊരു താഴ്വരയിലും പ്രവേശിച്ചാൽ ഞാൻ അൻസാരികളോടൊപ്പമായിരിക്കും. അൻസാരികൾ എനിക്ക് അത്രയും ഇഷ്ടമാണ്. എനിക്ക് അൻസാരികളോടൊപ്പമാകാനാണ് ഇഷ്ടം. വലൗലൽ ഹിജ്റതു ലകുൻതു ഇംറഅൻ മിനൽ അൻസാർ. ഹിജ്റ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അൻസാരികളിൽപ്പെട്ട ഒരുവനായിരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അർഹമിൽ അൻസാർ വഅബ്നാഅ അബ്നാഇൽ അൻസാർ وأبناء الأنصار وأبناء أبناء الأنصار. അല്ലാഹുവേ, അൻസാരികളോട് നീ കാരുണ്യം ചെയ്യണമേ. അൻസാരികളുടെ മക്കളോട്, അവരുടെ മക്കളുടെ മക്കളോട് അല്ലാഹുവേ നീ കാരുണ്യം ചെയ്യണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഈ വാക്കുകൾ അൻസാരികൾ ഹൃദയത്തിന് വല്ലാതെ സ്വാധീനിച്ചു പോയി. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, فبكى القوم حتى أخضلوا لحاهم وقالوا رضينا بالله ربا ورسول الله صلى الله عليه وسلم قسما وحظا. അല്ലാഹുവിന്റെ റസൂലിനോട് തെറ്റിദ്ധാരണ വന്നുപോയ ആ കാര്യത്തിന്റെ കുറ്റബോധം കൊണ്ട് ഞങ്ങളെ ഇത്രയധികം പരിഗണിച്ച, ഞങ്ങളോട് ഇത്രയധികം സ്നേഹം കാണിച്ച അല്ലാഹുവിന്റെ റസൂലിനെ തെറ്റിദ്ധരിച്ചു പോയല്ലോ
എന്നത് കാരണം താടിരോമങ്ങൾ നനഞ്ഞു കുതിരുമാറ് അൻസാരികൾ കരയുകയുണ്ടായി. എന്നിട്ട് അവർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഭൗതികമായ വിഭവങ്ങൾക്ക് പകരം അല്ലാഹുവിന്റെ റസൂലിന്റെ വീതം, അല്ലാഹുവിന്റെ റസൂൽ എന്ന വീതം അത് ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അൻസാരികൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി കൊടുക്കുകയാണ്. പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അവിടെ നിന്ന് പിരിഞ്ഞുപോയി. വഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, ചരിത്രകാരന്മാരായ പണ്ഡിതന്മാർ അവർ പറഞ്ഞത് പ്രകാരം ചരിത്രത്തിലെ ഏറ്റവും വൈകാരികമായ ഒരു നിമിഷമാണ് നമ്മൾ കേട്ടത്. ഹൃദയത്തിനെ ഏറെ സ്വാധീനിക്കുന്ന രംഗം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബികളും തമ്മിലുണ്ടായിരുന്ന ദീനീപരമായ ആഴത്തിലുള്ള വൈകാരിക ബന്ധം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സന്ദർഭമാണിത്. ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞാൽ ഏറ്റവും സങ്കടകരമായ ചരിത്രത്തിലെ സംഭവമാണിത്. നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെയും അവിടുത്തെ സ്വഹാബികളുടെയും സ്നേഹം എത്രത്തോളമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അവരുടെ ചരിത്രം, അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം, അവിടുത്തെ സ്വഹാബികളുമായ നിമിഷങ്ങൾ എത്ര മനോഹരമായിരുന്നു. ഇതിനോളം മനോഹരമായ, ഇതിനോളം ഭംഗിയുള്ള, ഇതിനോളം പാഠങ്ങളുള്ള ഒരു ചരിത്രവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിലെ ഭംഗി അത് സ്വഹാബികളാണ്. സ്വഹാബികളുടെ ചരിത്രത്തിലെ ഭംഗി, അതിന്റെ പൂർണ്ണത അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരുപാട് പാഠങ്ങൾ ഈ ചരിത്ര സംഭവത്തിലുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് ഒരുവൻ ജീവിച്ചു കഴിഞ്ഞാൽ മറ്റെന്ത് ഭൗതികമായ തുച്ഛമായ വിഭവങ്ങൾ അവന് നഷ്ടപ്പെട്ടാലും ദീൻ അതിനെല്ലാം പകരം നിൽക്കുന്നതാണ്. ഒരാളിൽ ദീനില്ല, അവൻ അല്ലാഹുവിനെ അനുസരിക്കുന്നില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യകൾ അവന്റെ ജീവിതത്തിലില്ല, അവൻ അല്ലാഹുവിനെയും റസൂലിനെയും തൃപ്തിപ്പെട്ടിട്ടില്ല എങ്കിൽ അവന്റെ ജീവിതത്തിൽ മറ്റെന്ത് വിഭവങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ഒരു കാര്യവും ഒരു ഉപകാരവുമില്ല. ചില സലഫുകൾ പറഞ്ഞതുപോലെ അവർ പറഞ്ഞു, തഖ്വല്ലാഹി ഖലഫും മിൻ കുല്ലി ശൈ. അല്ലാഹുവിനനുസരിച്ച്, അല്ലാഹുവിന്റെ റസൂലിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മറ്റെല്ലാ സൗകര്യങ്ങൾക്കും എല്ലാ വിഭവങ്ങൾക്കും മേൽ പകരം നിൽക്കും. വലൈസ മിൻ തഖ്വല്ലാഹി ഖലഫ്, ദീനിന് പകരം നിൽക്കാൻ മറ്റൊന്നുമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അത് മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും സഹോദരങ്ങളെ അതൊന്നും നഷ്ടമല്ല. അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നത് കൊണ്ട് ചില ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ പരലോകത്ത് അതിനേക്കാൾ ഖൈറായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പകരം ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് ഏറ്റവും അവസാനം പ്രവേശിക്കുന്നവനെ കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്വർഗ്ഗത്തിലേക്ക് ഏറ്റവും അവസാനം പ്രവേശിക്കുന്നവൻ, അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിച്ചു കൊള്ളാൻ പറയും. നിനക്ക് സ്വർഗ്ഗത്തിൽ വേണ്ടതെല്ലാം നീ ആഗ്രഹിക്കുക.
അവൻ ആഗ്രഹിക്കും, ഒരുപാട് ആഗ്രഹിക്കും. അവന്റെ ആഗ്രഹമെല്ലാം അവസാനിക്കുന്നിടത്തോളം അവൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും അല്ലാഹു അവനോട് പറയും, നീ ഇന്നതെല്ലാം ആഗ്രഹിച്ചുകൊള്ളുക. അവൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അല്ലാഹു ഓർമ്മപ്പെടുത്തി കൊടുക്കും. വീണ്ടും അവൻ ആഗ്രഹിക്കും. അല്ലാഹു ഓർമ്മപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളെല്ലാം അവൻ ആഗ്രഹിക്കും. അവന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, നീ ആഗ്രഹിച്ചതും അതിന്റെ 10 ഇരട്ടിയും നിനക്ക് സ്വർഗ്ഗത്തിലുണ്ടായിരിക്കും. അല്ലാഹുവിന്റെ ഫളൽ എത്ര വിശാലമാണെന്ന് നോക്കൂ സഹോദരങ്ങളെ. ദീനിനു വേണ്ടി നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിനനുസരിച്ചതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സുഖം, എന്തെങ്കിലും ഒരു വിഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അതിന്റെ എല്ലാം ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ് സ്വർഗ്ഗത്തിൽ. അതുകൊണ്ട് സഹാബികൾ പറഞ്ഞ വാക്കിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അല്ലാഹുവിനെ റബ്ബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റസൂലായി നമ്മൾ തൃപ്തിപ്പെടുക. അതിനോളം വലിയ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളുടെ ഈ പരിഭവം അത് പരിഹരിച്ച രീതി നിങ്ങൾ നോക്കൂ. ആ ശൈലി എത്ര മനോഹരമാണ് എന്ന് നിങ്ങൾ നോക്കൂ. പണ്ഡിതന്മാർ പറയുകയാണ്, സ്നേഹമുള്ള ആളുകൾക്കിടയിൽ പരിഭവങ്ങൾ ഉണ്ടാകും, പരാതികൾ ഉണ്ടാകും. പക്ഷെ ആ പരാതികളും പരിഭവങ്ങളും പരിഹരിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പരിഭവം പരിഹരിച്ചതുപോലെയാണ്. പരസ്പരം സ്നേഹം തുറന്നു പറഞ്ഞു. ആ പരാതികളും പരിഭവങ്ങളും അതിനു വേണ്ട പരിഗണന നൽകി മനസ്സു തുറഞ്ഞ് സ്നേഹം പങ്കുവെച്ചാണ് അത് പരിഹരിക്കേണ്ടത് എന്ന പാഠം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു വന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുറന്ന മനസ്സോടെ പരിഗണിച്ചു. അവരുടെ പരിഭവത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവഗണിച്ചില്ല. ശേഷം അവരിലേക്ക് വന്നു. എല്ലാവരെയും ഒരാളില്ലാതെ, ഒരാളും വിട്ടുപോകാതെ എല്ലാവരെയും വിളിച്ചുകൂട്ടി മനസ്സ് തുറന്ന് സ്നേഹം പങ്കുവെച്ച് സൗമ്യതയോടുകൂടി അവിടെ കാര്യം മനോഹരമായി പരിഹരിച്ചു. ഇതിലും നമുക്ക് വലിയ പാഠമുണ്ട്. അൻസാരികൾ അവരുടെ ഫضൽ, അവരുടെ ശ്രേഷ്ഠത, അവരുടെ എളിമയും താഴ്മയും വിനയവും അവർ അല്ലാഹുവിനും അവന്റെ റസൂലിനും എത്രത്തോളം കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. അൻസാരികൾക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് ന്യായം പറയാനുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നതോടെ അവർക്ക് ലഭിച്ച നേട്ടങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞു എങ്കിൽ അൻസാരികളെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനുണ്ടായ നേട്ടങ്ങൾ പറയാൻ അൻസാരികൾക്കും അവകാശമുണ്ടായിരുന്നു. ആ അവകാശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകവെച്ചു കൊടുത്തതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു ചോദിച്ചു, അൻസാരികളെ നിങ്ങൾ എന്താണ് ഒന്നും പറയാത്തത്? അൻസാരികൾ അവർ എല്ലാ കാര്യവും അല്ലാഹുവിനും അവന്റെ റസൂലിനും ചേർത്തു കൊടുത്തു. അവർക്കൊരു സ്ഥാനവുമില്ല ദീനിന്റെ മുന്നിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ തങ്ങൾ നിസ്സാരരാണ് എന്നവർ പ്രഖ്യാപിച്ചു. അൽ മന്നു ലില്ലാഹി വറസൂലി, എല്ലാ ഔദാര്യവും എല്ലാ ശ്രേഷ്ഠതയും അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ്. ഞങ്ങൾ നിസ്സാരരാണ്, ദീനുകൊണ്ട് ഞങ്ങളാണ് പ്രതാപത്തിലായത്, ഞങ്ങളെ കൊണ്ട് ദീൻ പ്രതാപത്തിലായത്. അവരുടെ തവാളുഉം അവരുടെ ശ്രേഷ്ഠതയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അൻസാരികളുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ പേരമക്കൾക്ക് വേണ്ടി ഞാൻ അൻസാരികളിൽ ഒരുവനാകാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. ഇസ്ലാമിന് വേണ്ടി സേവനങ്ങൾ അനുഷ്ഠിച്ച മുഹാജിരീങ്ങളായ സഹാബികളെ സ്വീകരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത അൻസാരികൾ, അവരിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നമ്മളെ ചേർത്തുമാറാകട്ടെ. ഈ ചരിത്രത്തിലുള്ള മറ്റൊരു പാഠം, ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതു മുസ്ലിമീങ്ങളോട്
നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടും അവരോട് നമുക്കുണ്ടായിരിക്കേണ്ട പരിഗണനയും ഈ ഒരു ചരിത്രത്തിൽ വളരെ വ്യക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികൾ പ്രമുഖരായ ഇസ്ലാമിന്റെ സേവകരായ അൻസാരികളെ മാറ്റി നിർത്തി ഖുറൈശികൾക്ക് അറബികൾക്ക് സമ്പാദ്യം വീതം വെച്ചു കൊടുത്തത് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അധികമായിട്ടില്ല. ഇസ്ലാമിനോട് അവരുടെ ഹൃദയം അത് കൂടുതൽ ഇണക്കപ്പെടുന്നതിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങൾ, അതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന പുതു മുസ്ലിമീങ്ങൾ നമ്മൾ ചേർത്തു പിടിക്കണം. അവർക്ക് വേണ്ട സഹായ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അവരുടെ കാര്യത്തിൽ അശ്രദ്ധരാകുവാൻ നമുക്ക് പാടുള്ളതല്ല. മൻ ഇസ്തതാഅ മിൻകും അൻ യൻഫഅ അഖാഹു ഫൽയഫ്അൽ. തന്റെ സഹോദരന് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുവാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവനത് ചെയ്യട്ടെ എന്നാണ്. അതുകൊണ്ട് പുതു മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ചു നമ്മുടെ നാട് പോലെയുള്ള നാടുകളിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് കണക്കുകളില്ല. പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അവരെ പരിഗണിക്കാൻ ആരുമില്ലാതെ, അവരെ താങ്ങി നിർത്താൻ ആരുമില്ലാതെ നഊദു ബില്ലാഹ് കുഫ്റിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന കഥകൾ എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അതിനുത്തരവാദികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമുക്ക് സാധിക്കുന്ന കാര്യമായിട്ട് കൂടി അതിൽ നമ്മൾ കുറവുകൾ വരുത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിന് ഉത്തരവാദികളാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മുസ്ലിമീങ്ങളോട് അവരെ നമ്മൾ ചേർത്ത് നിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.